ഒരു സാധാരണ പെൺകുട്ടിയുടെ ഒരു ചിരി എങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മീമായി മാറി? ചൈനക്കാർക്കും ജപ്പാനുകാർക്കും കൊറിയക്കാർക്കും കണ്ണുകൾ ചെറുതായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആടുകളെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്തിനാണ്? ഒരു മുതലയുടെ പുറത്ത് കയറി സവാരി ചെയ്യുന്ന ഈ ജീവി ശരിക്കും അതിന്റെ സുഹൃത്താണോ? ടെർബിയൻ ശരിക്കും ഒരു ഏലിയൻ ആയിരുന്നു? ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്പർ 11. ചൈനക്കാർക്കും ജപ്പാൻകാർക്കും കൊറിയക്കാർക്കും കണ്ണുകൾ ചെറുതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യം ഒരു കാര്യം പറയാം. പലരും കരുതുന്നത് അവരുടെ കണ്ണുകൾ ചെറുതാണെന്നാണ്. പക്ഷേ സത്യം അങ്ങനെയല്ല. കാരണം മനുഷ്യരുടെ കണ്ണിന്റെ വലുപ്പം ലോകത്ത് ഏകദേശം എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? കാരണം അവരുടെ കണ്ണിമയുടെ ഘടനയിലെ മാറ്റമാണ്. പല ഈസ്റ്റ് ഏഷ്യൻ ജനവിഭാഗങ്ങളിലും കണ്ണിന് മുകളിൽ കാണുന്ന മടക്ക് കുറവായിരിക്കും. കൂടാതെ കണ്ണിന്റെ ഉൾഭാഗം ഭാഗികമായി മൂടുന്ന ഒരു സ്കിൻ ഫോൾഡും ഉണ്ടാകും. ഇതുകൊണ്ടാണ് കണ്ണുകൾ ചെറുതായി തോന്നുന്നത്. അപ്പോൾ ഇത്തരമുള്ള കാര്യം കണ്ണിന്റെ വലുപ്പത്തിലല്ല വ്യത്യാസം, രൂപത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ ചെറുതായി തോന്നുന്നത്. നമ്പർ 10. ഇപ്പോഴൊരു കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നിങ്ങളുടെ ശരീരത്തിലെ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ പോലുള്ള പല മൂലകങ്ങളും ഒരു കാലത്ത് ഒരു നക്ഷത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശാസ്ത്രജ്ഞർ പറയുന്നത് വലിയ നക്ഷത്രങ്ങളുടെ ഉള്ളിലാണ് ഈ മൂലകങ്ങൾ രൂപപ്പെടുന്നതെന്നാണ്. പിന്നീട് ആ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അവ ബഹിരാകാശത്ത് പരക്കും. അവയിൽ നിന്നാണ് ഗ്രഹങ്ങളും പിന്നീട് ജീവനും രൂപപ്പെടുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള പല വസ്തുക്കളും ഒരു കാലത്ത് നക്ഷത്രങ്ങളുടെ ഭാഗമായിരുന്നു. അതിനാലാണ് ശാസ്ത്രലോകം പറയുന്നത് നമ്മളെല്ലാവരും സ്റ്റാർ ഡസ്റ്റ് ആണെന്ന്. നമ്പർ 9. ഈ വീഡിയോ കണ്ടാൽ ചിലർ ആടുകളെ ക്രൂരമായി വെള്ളത്തിലേക്ക് എറിയുന്നത് പോലെ തോന്നും. പക്ഷെ കഥ വേറെയാണ്. ആടുകളുടെ രോമങ്ങളിൽ ടിക്കുകളും മറ്റു പരാന്ന ബോജുകളും വരാറുണ്ട്. ഇവയെ നശിപ്പിക്കാനായി പ്രത്യേകം മരുന്ന് കലർത്തിയ വെള്ളത്തിൽ ആടുകളെ മുക്കും. ഇതിനെ സ്ലീപ്പ് ഡീപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. കാണുമ്പോൾ ക്രൂരമായി തോന്നുമെങ്കിലും പലപ്പോഴും അത് ആടുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്പർ 8. ഒരു കാക്കയും ഒരു ചെന്നായും ചേർന്ന് ഭക്ഷണം കണ്ടെത്താറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ പ്രകൃതിയിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരു കാക്ക ഭക്ഷണം കണ്ടെത്തും, പക്ഷെ അത് തുറന്നു കഴിക്കാൻ അതിന് പറ്റില്ല. ചെന്നായ്ക്ക് ശക്തിയുണ്ട്, പക്ഷേ അവന് ഭക്ഷണം കണ്ടെത്താൻ എപ്പോഴും കഴിയണമെന്നില്ല. അതിനാൽ കാക്ക ഭക്ഷണം കണ്ടാൽ ചെന്നായ വിളിക്കും. ചെന്നായ ഇര തുറക്കും, ശേഷിക്കുന്നത് കാക്കയും കഴിക്കും. ഒരാൾക്ക് ബുദ്ധി, മറ്റൊരാൾക്ക് ശക്തി, ഇരുവർക്കും ലാഭം. നമ്പർ 6. ഈ ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് കെപ്പിബാര. ഇതിന്റെ ധൈര്യം കണ്ടാൽ നിങ്ങൾ തന്നെ ഷോക്കാവും. ചിലപ്പോൾ ഇത് മുതലിന്റെ പുറത്ത് കയറി ഇരിക്കാറുണ്ട്. കണ്ട വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പോലും തോന്നും, പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. മുതല വിശന്നിരിക്കുമ്പോൾ മിക്ക ജീവികളും അതിന്റെ ഭക്ഷണമാണ്. പക്ഷേ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ അത് അനാവശ്യമായി ആക്രമിക്കാറില്ല. എന്നാൽ ഈ സമയം കെപ്പിബാര മുതലെടുക്കും. നല്ല സുഖത്തിൽ അതിന്റെ പുറത്ത് കയറിയിരിക്കും. അല്ലാതെ ഇത് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല. നമ്പർ 5. ജെയിംസ് ബോണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ യഥാർത്ഥ മുതലുകളുടെ മുകളിലൂടെ ഒരാൾ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1973 പുറത്തിറങ്ങിയ ലൈവ് ആൻഡ് ലെറ്റ് ഡി എന്ന സിനിമയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഇന്നായിരുന്നെങ്കിൽ CGI ഉപയോഗിച്ചേനെ. പക്ഷെ അന്ന് യഥാർത്ഥ മുതലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സ്റ്റണ്ട് ആർട്ടിസ്റ്റായ റോസ് കനങ്ക ജീവനുള്ള മുതലുകളുടെ മുകളിലൂടെ ഓടിയാണ് ആ ഒരു രംഗം ചിത്രീകരിച്ചത്. ഒരു ശ്രമത്തിനിടെ ഒരു മുതല അദ്ദേഹത്തിനെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ആക്ഷൻ എന്നാൽ ശരിക്കും റിസ്ക് ആയിരുന്നു. നമ്പർ 4. ഹോട്ട് ഡോഗ് എന്ന ഭക്ഷണത്തിൽ ശരിക്കും നായയുടെ മാംസം ഉണ്ടോ? ഈ ഒരു പേര് വന്നത് ജർമ്മനിയിലെ ഒരു പ്രത്യേക സൊസൈറ്റിയിൽ നിന്നാണ്. പിന്നീട് അമേരിക്കയിൽ ഒരു കാർട്ടൂണിസ്റ്റ് തമാശയായി അതിനെ ഹോട്ട് ഡോഗ് എന്ന് വിളിച്ചു. ആ പേര് വൈറലായി. ഇന്ന് ലോകം മുഴുവനും ആ പേരിലാണ് ഈ ഒരു ഭക്ഷണത്തെ അറിയപ്പെടുന്നത്. ഈ ഒരു ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൽ നായയുടെ ഇറച്ചിയില്ല. ഈ ഒരു പേര് വന്നത് ജർമ്മനിയിലെ ഒരു പ്രത്യേക സൊസൈറ്റിയിൽ നിന്നാണ്. പിന്നീട് അമേരിക്കയിൽ ഒരു കാർട്ടൂണിസ്റ്റ് തമാശയായി അതിനെ ഹോട്ട് ഡോഗ് എന്ന് വിളിച്ചു. ഇന്ന് ലോകം മുഴുവനും ഈ ഫുഡിനെ പറയുന്ന പേരാണ് ഹോട്ട് ഡോഗ്. നമ്പർ 3. മിസ്റ്റർ ബീൻ ഒരു ഏലിയൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മിസ്റ്റർ ബീൻ്റെ ആനിമേറ്റഡ് സീരീസിൽ ഒരിക്കൽ നിരവധി മിസ്റ്റർ ബീന്മാർ ഒരു സ്പേസ്ഷിപ്പിൽ കാണിക്കുന്നു. അവസാനം ആ സ്പേസ്ഷിപ്പിൽ നിന്ന് ഒരു യഥാർത്ഥ മിസ്റ്റർ ബീനെ പുറത്തേക്ക് തള്ളുന്നതുമായി കാണാം. ഇത് കണ്ട ശേഷമാണ് ആരാധകർക്കിടയിൽ ഒരു തിയറി ജനിച്ചത്. മിസ്റ്റർ ബീൻ ഒരു ഏലിയൻ റേസിൽപ്പെട്ട ആളായിരിക്കാമെന്ന്.
നമ്പർ 1, ഒരു ചെറിയ ചിരി എങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മീമായി മാറി. ഈ പെൺകുട്ടിയുടെ പേരാണ് സോയി റോത്ത്. പക്ഷെ ലോകം അവളെ അറിയുന്നത് ഡിസാസ്റ്റർ ഗേൾ എന്ന പേരിലാണ്. 2005 ഒരു ദിവസം അവൾ കത്തുന്ന വീടിന്റെ മുന്നിൽ നിന്നു. അവളുടെ അച്ഛൻ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവളൊരു ചെറിയ ചിരി ചിരിച്ചു. അന്ന് ആർക്കും അറിയില്ലായിരുന്നു ആ ഒരു ചിത്രം ഇന്റർനെറ്റ് ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന്. പിന്നീട് ആ ചിത്രം വൈറലായി, ആയിരക്കണക്കിന് മീമുകളും ലക്ഷക്കണക്കിന് ഷെയറുകളും വന്നു. ഒരു സാധാരണ ചിരി ഒരു ലോക പ്രശസ്ത മീമായി മാറി. ചിലപ്പോൾ വൈറലാകാൻ വലിയ കാര്യമൊന്നും ചെയ്യേണ്ടതില്ല, ടൈമിങ് മാത്രം മതി. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഫാക്ട് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.